നട്ടപ്പാതിരിക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ചേട്ടൻ്റെയും ചേച്ചിയുടെയും 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ ആ കയ്യിലിരിക്കുന്ന കൃഷ്ണനാട്ടോ ഞാൻ വാങ്ങിയത്. അങ്ങനെ ഗിഫ്റ്റും ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ നേരെ പോയത് കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നേ. വാഞ്ചോ ആയിരുന്നു കേട്ടോ ഒരു പറഞ്ഞ ഫ്ലേവർ. പിന്നെ ഗ്രീനും റെഡും കോമ്പിനേഷനിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിക്ക് തന്നെ ഫ്ലേവറൊക്കെ വെച്ചിട്ട് ഞാൻ കേക്കൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേ. അങ്ങനെ പിന്നെ ആ പണികളൊക്കെ തീർത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ കൃഷ്ണനായിട്ട് അവിടെ ഡെക്കറേഷൻ വർക്കിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അപ്പുറത്തെ വീട്ടിലെ അച്ചും ഒക്കെ കൂടി ചേർന്ന് ബലൂണൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണേട്ടൻ കുറേ നേരം ശ്രമിച്ചത് ആ ബലൂണൊക്കെ ഇങ്ങനെ മേലെ ചാടി ഒട്ടിച്ച് വെക്കുന്നുണ്ടായിരുന്നേ. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചേച്ചി എന്നോട് ചോദിച്ചു സാരിയൊക്കെ ഒന്ന് ഉടുത്ത് റെഡിയാക്കി തരാൻ പറ്റുമോ അഞ്ചുന്ന്. എൻ്റെ കഴിവൊന്നും കുറേ പുറത്തെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഞാൻ ചേച്ചിയിൽ ഒന്ന് റെഡിയാക്കിയൊക്കെ കൊടുത്തേ. എല്ലാത്തിനും ശേഷം ഞാനും അങ്ങനെ റെഡിയായി നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലോട്ട് പോകുവാണേ. ഞാനവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹതീര അസോസിയേഷനിലെ ഒരുവിധ ആൾക്കാർ മുഴുവനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഞാനായിരുന്നു കേട്ടോ ഏറ്റവും താമസിച്ച് അവിടെ എത്തിയതേ. അങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം അവിടെ തുടക്കം കുറിക്കാനായിട്ട് സതീഷ് ഏട്ടൻ പാട്ടൊക്കെ പാടി തുടങ്ങി. നമ്മുടെ കുട്ടി ഒരു പാട്ടൊക്കെ പാടിയേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കേക്കൊക്കെ കട്ടിയുള്ള സമയമായിട്ടുണ്ട്. കേക്ക് എടുത്തുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കേക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് 25th ക്യാൻഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ആകാംക്ഷയോടെ കാത്തിരുന്ന സമയം ഇങ്ങോട്ട് എത്തിയത് ആ കേക്ക് കെട്ടിയാൻ വേണ്ടി പോവാട്ടോ. നമ്മുടെ സ്നേഹതീര അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അവരുടെ ഫാമിലിയും അങ്ങനെ കുറേ ആൾക്കാർ കൂടി ചേർന്ന് അതാ കേക്ക് കെട്ടിയിലൊക്കെ അടിപൊളിയായിട്ട് നടന്നേ. ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ആശംസ പറച്ചിലും സമ്മാനങ്ങൾ കൊടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പരിപാടി നടന്നേ. എല്ലാവരും സമ്മാനം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേ. എന്തൊക്കെ കഴിഞ്ഞാലും പിന്നെ ഇതില്ലാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. നല്ല അടിപൊളി ഗീ റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. കുറച്ച് ലേറ്റ് ആയത് കാരണം ആദ്യം തന്നെ കുഞ്ഞുമക്കളൊക്കെ പിടിച്ചെടുത്ത് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും അമ്മു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ അവളുടെ അവസ്ഥ. വന്ന ഗസ്റ്റുകളൊക്കെ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. നല്ല നട്ട പാതിര ആയപ്പോഴേക്കും അങ്ങനെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു പോയി കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി തക്ക നോക്കി ഞങ്ങൾ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞ് ആദ്യം തന്നെ സവിത ചേച്ചി ഒരു പാട്ടൊക്കെ പാടി. പിന്നെ നമ്മുടെ സ്നേഹതീരത്തിന്റെ യേശുദാസ് സന്തോഷമായിട്ടും ഒരു പാട്ട് പാടി. അവരൊക്കെ പാട്ട് പാടുന്ന കേട്ടപ്പം എനിക്കൊരാഗ്രഹം എനിക്കൊരു പാട്ട് പാടണമെന്ന്. അങ്ങനെ പിന്നെ മൈക്കൊക്കെ വാങ്ങി ഞാനും ഒരു പാട്ട് പാടി കേട്ടോ. എന്തായാലും എൻ്റെ ആഗ്രഹമൊക്കെ അങ്ങ് സഫലമാക്കി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.